നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണത്തിനിടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ ദുരിതത്തിലായി പൊതുജനം. പൈപ്പ് പൊട്ടി ഒരു രാത്രി പിന്നിട്ടിട്ടും ജല അതോറിറ്റി യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ കരയോട് ചേർന്ന് കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ച ബോട്ട് പിടിയിലായി. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂരിൽ നടന്നു പോകവെ വീട്ടമ്മ കുഴഞ്ഞു വീണു മരിച്ചു. ആല ഗോതുരുത്ത് മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഹസീനയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണത്തിനിടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പൊതുജനം. ഇതേ തുടർന്ന് പാഴായത് ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ്. പൈപ്പ് പൊട്ടി ഒരു രാത്രി പിന്നിട്ടിട്ടും ജല അതോറിറ്റി യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞാൽ 5 ദിവസമായിട്ട് ഈ കോർപ്പറേഷൻ ഏരിയയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ട് വന്നപ്പോൾ ഇതാ വീണ്ടും ഇവിടെ ഈ ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യം ഇത് ഒരു തിരുത്താതിത്വം അവരുടെ അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു സംഭവമാണ്. ഇതിന് വാട്ടർ അതോറിറ്റിയാണ് മെയിനായിട്ട് പ്രോബ്ലം. ഈ മെട്രോ വർക്കുകാരും എല്ലാവരും ഇതിന് ഉത്തരവാദിത്തങ്ങളാണ്. ഈ നാട്ടിലെ മൊത്തം വീടുകളിൽ 5 ദിവസമായിട്ട് വെള്ളമില്ല. ഇനി ഇതെന്ന് ശരിയാവും? അതാണ് ഒരു ചോദ്യം. ഇത് നിരന്തരമായിട്ട് ഇതിന് 2-3 പ്രാവശ്യം മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇവർ എന്ന് ഫയലിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോ അന്നും ഇതേപോലെ ഉണ്ടായി. നിലവിൽ വെള്ളമില്ലേ ഇപ്പോൾ? കുടിവെള്ളമാണ് നഷ്ടപ്പെടുന്നത്. അതുകൂടാണ്ട് അവർ ചെയ്ത വർക്ക് പ്രകാരം ഈ കാനയിലെ വെള്ളം ഈ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. അവരുടേതായ മെട്രോയുടെ കൺസ്ട്രക്ഷൻ ടീം അവരുടേതായ വർക്ക് അവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ കുടിവെള്ളത്തിൻ്റെ പരിഹാരം എപ്പോഴും കണ്ടിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ കരയോട് ചേർന്ന് കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ച ബോട്ട് പിടിയിലായി. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 1.17 ലക്ഷം രൂപയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ചാവക്കാട് സ്വദേശി സനലിന്റെ തീർത്ഥം 2 എന്ന ബോട്ടാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡുകളായ പ്രമോദ്, കൃഷ്ണപ്രസാദ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ നടന്നു പോകവെ വീട്ടമ്മ കുഴഞ്ഞു വീണു മരിച്ചു. ആല ഗോതുരുത്ത് മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഹസീനയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. മതിലകത്തെ പിതൃഭവനത്തിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മലയാള കവിതാ ദിനം ആഘോഷിച്ചു. KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, പാലിൻ്റെ സ്വത്വം നഷ്ടപ്പെടാതെ, പാലിൻ്റെ അസ്മിത നഷ്ടപ്പെടാതെ നമുക്ക് തയ്യാറാക്കിക്കൂടെ? ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ സ്വത്വം നശിപ്പിക്കാതെ ഞാൻ എങ്ങനെ ഈ കുട്ടികളുടെ ഒപ്പം ഓടുമെന്നാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, മുതിർന്നവരെ ഞാൻ അങ്ങനെ വകഞ്ഞു വെക്കുന്നു. അവരും എൻ്റെ കണ്ണിൽ എല്ലാവരും എൻ്റെ ഒപ്പം പ്രായം കൊണ്ട് എത്തിയിട്ടുള്ളവരാവാൻ വഴിയില്ല. കവിതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV വിൻസെന്റ്, റിബ പോൾ, ബക്കർ മേത്തല, സിന്ധു വാസുദേവൻ, സായിലിമി തുടങ്ങിയവർ സംസാരിച്ചു. മലയാള കവിതാ ദിനാഘോഷത്തിന്റെ കൊടിയേറ്റം സിന്ധു വാസുദേവൻ, റിബ പോൾ, സായിലിമി എന്നിവർ ചേർന്ന് നടത്തി.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ ഓഫീസ് ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഇന്ന് നമ്മൾ കുറെ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രവർത്തകരുടെ മനസ്സ് എത്രയോ കൊല്ലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ഭവനം എന്ന ആ പ്രതീക്ഷ ഇന്ന് സഫലമാവുകയാണ്. ഈ KHR സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഓഫീസുകൾ ഓരോ യൂണിറ്റുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്, തൃപ്രയാറ്, ഗുരുവായൂര്, പെരുമ്പിലാവ്, അടുത്ത തന്നെ ചാലക്കുടിയിലും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉണ്ണികൃഷ്ണൻ ഈ ചേരത്ത് അധ്യക്ഷനായി. വിനോദ് കുമാർ, സുകുമാരൻ, ബിജുലാൽ, സുനിൽ കളരിക്കൽ, ഷാജഹാൻ, സന്തോഷ്, ആസിഫ് അലി, ഹബീബ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എറിയാട് യൂണിറ്റ് വാർഷിക കൺവെൻഷൻ CV ജയരാജിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പുരുഷൻ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ള തൊഴിലിന് പോവുകയാണെങ്കിൽ 1000 രൂപ കുറയാതെ കൂലി കിട്ടൂലേ? കിട്ടില്ലേ? കിട്ടും. ആ സ്ഥാനത്ത് ആ കണക്കൊന്നും നോക്കാതെയാണ് ഇന്ന് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകരൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ സംഘടന ഈ രീതിയിൽ എത്താൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻകാല പ്രവർത്തകരുടെ പ്രവർത്തന തലം കൊണ്ടാണ് നമുക്ക് കൂടി ഇരിക്കാൻ പറ്റിയത്. ആദ്യം എറിയാട് യൂണിറ്റ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഇത്ര സൗകര്യത്തിൽ നമ്മൾ യോഗങ്ങളിൽ ചേർന്നിട്ടില്ല, ഇല്ല. ഇന്ന് സംഘടന വലുതായി, സംഘടനയുടെ ശക്തി വലുതായി. അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇന്ന് കസാരയിലൊക്കെ ഇരുന്ന് കാറ്റുകൊണ്ടിരിക്കാനും വെളിച്ചത്തിരിക്കാനൊക്കെ നമുക്ക് സാധിച്ചത്. പഴയ കാലത്തെ പ്രവർത്തകരുടെ ഗുണം കൊണ്ടാണ്. അതുകൊണ്ടാണ് സംഘടന ഇങ്ങനെ വളരാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തയ്യാറായില്ല. MM ഐഷാബി, EA മുഹമ്മദ് അഷ്റഫ്, സുഗന്ധി ശ്രീനി, സാജിദ നാസർ, അബ്ദുൽ ഖാദർ എടവിലങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണത്തിനിടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ ദുരിതത്തിലായി പൊതുജനം. പൈപ്പ് പൊട്ടി ഒരു രാത്രി പിന്നിട്ടിട്ടും ജല അതോറിറ്റി യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ കരയോട് ചേർന്ന് കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ച ബോട്ട് പിടിയിലായി. 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂരിൽ നടന്നു പോകവെ വീട്ടമ്മ കുഴഞ്ഞു വീണു മരിച്ചു. ആല ഗോത്തുരുത്ത് മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഹസീനയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.